ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കരിമ്പ ഷമീറിനെ കുറിച്ചിട്ടാണല്ലേ. അദ്ദേഹത്തെ പറ്റിയിട്ട് നമ്മൾ പല ആളുകൾക്കും അറിയുന്നുണ്ടാവും. ആ കരിമ്പ എന്ന് പറയുന്ന ഒരു നാടിൻ്റെ രക്ഷകൻ തന്നെയാണ് നമ്മുടെ ഷമീർക്ക എന്ന് നമുക്ക് പറയാം. അവരുടെ മാത്രമല്ല പല നാട്ടുകാരുടെയും ഒരു രക്ഷകൻ തന്നെയാണ്. പല ആളുകളും ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ പേടിച്ചിട്ട് മാറി നിൽക്കുന്ന പല പണികളും ഏറ്റെടുത്തിട്ട് അതും എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്? ആ ഒരു കാര്യം കൊണ്ട് മറ്റൊരാൾ ബുദ്ധിമുട്ടരുത്. ഏകദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മരം ഒരു മരം ഇങ്ങനെ നിൽക്കുകയാണ്, മറ്റുള്ളവർക്ക് ഭീഷണിയായിട്ട്, അവരുടെ വീടിനൊക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു മരം. അപ്പം മറ്റുള്ള പല ആളുകളോടും അത് വെട്ടിമുറിച്ച് തരാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുകളോണ്ടോ അതിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പല ആളുകളും ഇറങ്ങിത്തിരിക്കാറില്ല. എന്നാൽ അങ്ങനെ പല ആളുകളും ഇറങ്ങിത്തിരിക്കാത്ത ഒരു കാര്യത്തിന് തൻ്റെ ജീവൻ പോലും വില വെക്കാതെ അതെല്ലാം മറ്റുള്ളവർക്ക് അതൊരു ഒരു ഉപദ്രവമാവരുത് എന്ന് കരുതിയിട്ട് എത്ര വലിയ ബുദ്ധിമുട്ടുള്ള മരങ്ങളായാലും മറ്റെന്ത് പണികളായാലും അതിലൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതിയിട്ട് ആ ബുദ്ധിമുട്ടുകളെല്ലാം നീക്കം ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഷമീർക്ക എന്ന് പറയുന്നത്. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ഈ ഷമീർക്ക ഹൃദയാഘാതം മൂലം നമ്മുടെ എല്ലാം വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണശേഷമാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് അറിയുന്നത്. ഇപ്പോഴും അറിയാത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ മരണശേഷം കുറേ ആളുകൾ അദ്ദേഹത്തെ അറിഞ്ഞു എന്നുള്ളതാണ് ഒരു വലിയൊരു സത്യം എന്ന് പറയുന്നത് അല്ലേ. ചില ആളുകൾ അങ്ങനെയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ല പ്രവർത്തികളുണ്ടല്ലോ, ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മളെ പറ്റിയിട്ട് പല ആളുകളും ഓർക്കുക എന്ന് പറയുന്ന ഒരു കാര്യം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ ചിലപ്പം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ല പ്രവർത്തികളാകും ഒരുപക്ഷെ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും മറ്റുള്ള ആളുകളുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ, നല്ല ഓർമ്മകൾ നിലനിർത്തിയിട്ട് പോകാൻ പറ്റുന്ന, നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ ജീവിക്കാതെ മരിക്കാതെ നമ്മളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചിട്ടുള്ള നല്ല ഓർമ്മകളാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് തന്നെക്കുറിച്ച് പറയാൻ കുറേ നല്ല ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് ഷമീർക്ക നമ്മുടെ അടുത്ത് ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞിട്ട് പോയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആരും കയറാനും വെട്ടാനും മടിക്കുന്ന ഒരു വലിയൊരു ആൽമരം, ആ ഒരു മരത്തിൽ പല ആളുകളെ സമീപിച്ചിട്ട് ആ ഒരു മരം മുറിച്ചു തരാൻ പറഞ്ഞിട്ട് പല ആളുകളും അതിന് കൂട്ടാക്കിയിട്ടില്ല. കാരണം അത്രയും വലിയൊരു മരമായിരുന്നു. അത്രയും വലിയൊരു ആ നാട്ടിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും ഉയരം കൂടിയതും അതുപോലെ തന്നെ ഏറ്റവും കട്ടി കൂടിയതുമായിട്ടുള്ളൊരു മരം. അപ്പോൾ പല ആളുകളോടും ആ ഒരു മരം മുറിച്ചു തരാൻ പറഞ്ഞിട്ട് പല ആളുകളും അതിന് വിസമ്മതിക്കുന്നുണ്ടായി. അങ്ങനെ പല ആളുകളും തൻ്റെ ജീവൻ്റെ കാര്യം ആലോചിച്ചിട്ട് തനിക്ക് ഒരു അപകടമാവോ എന്ന് കരുതിയിട്ട് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോലും വരാതെ മാറി നിന്ന പല ആളുകളും, അങ്ങനെ പല ആളുകളും മാറി നിന്ന് ആ ഒരു കേസ് പോലും ഏറ്റെടുത്ത് നമ്മുടെ കരിമ്പ ഷമീർക്ക വന്ന് അതെല്ലാം മുറിച്ചു കൊടുത്തു. ഒരുവിധമെല്ലാം അതിൻ്റെ ചില്ലകളൊക്കെ മാറ്റി മുറിച്ചു കൊടുത്തു. അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ടൈമിലാണ് അദ്ദേഹം അവിടുന്ന് ഇങ്ങനെ അതിനെക്കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, തൊണ്ടവേദനയാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഭയങ്കരമായിട്ട് തൊണ്ടവേദനിക്കുന്നു. അപ്പോൾ അതിൻ്റെ തലേ ദിവസം അവർ തണുപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള തൊണ്ടവേദനയാണ് എന്നൊക്കെ വിചാരിച്ചു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് ഛർദ്ദിച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ നിന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ അതേ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യമാണ് കേട്ടത്. ആ ഒരു മരം, അതും ലാസ്റ്റ് അദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ അത്രയും നാട്ടുകാർക്ക് ഉപകാരമാവുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം നമ്മളെല്ലാവരും വിട്ടിട്ട് പോയത്. അപ്പോൾ ആ ഒരു പ്രവൃത്തിയിൽ കൂടി ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് അല്ലേ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ടൈമിലാണ് അദ്ദേഹം ഈ നാടിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം മറ്റുള്ളവർ മനസ്സിൽ നമ്മൾ എന്നും ജീവിച്ചിരിക്കും എന്ന് പറയുന്നതിനൊരു തെളിവാണ്. ഒരുപാട് ആളുകളെ ഒന്നും വാങ്ങാതെ, തിരിച്ചൊരു പ്രതിഫലവും വാങ്ങാതെ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ കരിമ്പ ഷമീർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളോ ഞാൻ ഈ ഒരു ഇതിൽ കൊടുക്കുന്നില്ല. കാരണം കുറേ ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തെ പറ്റി വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എന്തിനാണ് ഇടുന്നതെന്ന് പറഞ്ഞിട്ടുള്ള കമൻസൊക്കെ ഞാൻ കണ്ടു. അദ്ദേഹം മരിച്ചു പോയി. ഇനി അത്തരത്തിലുള്ള വീഡിയോസ് ഇട്ട് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും കണ്ട് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് വളരെ വിഷമമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള കമൻറ്റ്സ് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഇതിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പറ്റിയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അത്രയും നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ നമ്മളെ പറ്റിയിട്ട് ആലോചിക്കുകയും അവരുടെ മനസ്സിൽ നമ്മളോടുള്ള സ്നേഹം എന്ന് നിലനിൽക്കുകയും ചെയ്യും.